ഇത്തരം നുണ പറയുന്ന ഒരു വ്യക്തി ഈ ഇരുകാലിയായിട്ടുണ്ടെങ്കിൽ അത് നൗഷാദ അല്ലാതെ വേറൊരാളുണ്ടാവില്ല കേട്ടോ. ഇരുകാലിയായിട്ട് ഒരാളുണ്ടെങ്കിൽ അത് നൗഷാദ് അല്ലാതെ വേറൊരാളുണ്ടാവില്ല. ഇത്തര കളവ് പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടു നോക്കാം നമുക്ക്. ഖുതുബുൽ ഗൗസുൽ ഇതൊക്കെ ശിർക്കാണ്, പേര് പറയാൻ പാടില്ല. ഖുതുബുൽ ആലം എന്നും ഗൗസുൽ ആലം എന്നുള്ള പേരൊന്നും പറയാൻ പാടില്ല, അത് ഷിർക്കാണ് എന്ന് പറഞ്ഞു. ആരാടാ നൗഷാദെ അത് പറഞ്ഞത്? എനിക്ക് തെളിയിക്കാൻ കഴിയുമോ? ഖുതുബുൽ ആലം എന്നും ഗൗസുൽ ആലം എന്നും പറയലൊക്കെ ഷിർക്കാണ് എന്നുള്ളത് ആരാ പറഞ്ഞത്? ഇതത് പറഞ്ഞുകൊണ്ട് തന്നെ സുന്നി പണ്ഡിതന്മാരുടെ നേർക്കാണല്ലോ ജി പറഞ്ഞുകൊണ്ട് ജത് നിരീശ്വരവാദിയായി കാണ്ടാണല്ലോ ജി സംസാരിക്കുന്നത്. തലി കെട്ടിക്കാണ്ട് ഒരു നിരീശ്വരവാദി ആയിക്കാണ്ട് ആണല്ലോ എൻ്റെ സംസാരം കേൾക്കുന്ന മനസ്സിലാകുന്നത്. ഏത് മൂല്യരാണ് സുന്നി പണ്ഡിതനായിട്ട് ഏത് മൂല്യരാണ് ഖുതുബുൽ ആലം എന്നും ഗൗസുൽ ആലം എന്നും പറയലൊക്കെ ഷിർക്കാണെന്ന് പറഞ്ഞത്? എനിക്ക് തെളിയിക്കാൻ കഴിയുമോ? അന്നൊരു ഇബ്നു തൈമിയ ഉള്ളെങ്കിൽ ഇന്ന് അതിൻ്റെ വാരിസ്യങ്ങൾ ഒരുപാട് പെറ്റി പെരുകി കിടക്കണം. അന്നൊരു ഇബ്നു തൈമിയ ഉള്ളെങ്കിൽ ഇന്ന് ആ ഇബ്നു തൈമിയയുടെ വാരിസ്യങ്ങൾ പെറ്റു പെരുകി കിടക്കുകയാണ്. സുന്നി പണ്ഡിതന്മാരെ പറയുന്നത് കേട്ടോ, സുന്നി പണ്ഡിതന്മാരെ പറയുന്നത്. കഴിച്ച ശരീരത്തിൽ കിടക്കുന്നത് ഹലാലല്ലാത്തതായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നിന്റെ ശരീരത്തിൽ ഓടുന്ന രക്തം അത് ഹലാലല്ലാത്തത് കൊണ്ടാണ് നൗഷാദെ പറയുന്നത്. ഒരുപാട് 10-15 ആളുകൾക്ക്, എനിക്കറിയുന്ന ആളുകൾക്ക് തന്നെ 50 ലക്ഷങ്ങളും കൊടുക്കാനുണ്ട്. അങ്ങനത്തത് തിന്നുണ്ടാക്കിയ ശരീരമല്ലേ. അപ്പോൾ എനിക്ക് ആ ശരീരത്തിൽ ഓടുന്ന അന്നശൈത്വാന യജിരിബിനബിനി ആദമ മജുറദ്ദമി, എൻ്റെ ശരീരത്തിലൂടെ വർക്ക് ചെയ്തുകൊണ്ട് നടക്കുന്ന ആ രക്തങ്ങൾ മുഴുവനും ഹറാമായതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പറയാൻ കഴിയും, അതിൽ തർക്കമൊന്നുമില്ല. ആ ബാക്കി പറയും. എന്താണ് പറഞ്ഞത് പൊന്മള? ആയിക്കോട്ടെ, പൊന്മള പറഞ്ഞതൊന്ന് പറയും. പൊന്മള മൂത്രമൊഴിച്ചാൽ മൂത്രം ചാടിക്കിടക്കാൻ മാത്രം ഇല്ല. എന്നിട്ടാ പറ്റ ജി വർത്താനം പറയണതില്ലേ? ഇജും എവിടെ കിടക്കണേങ്ങായി, പൊന്മള എവിടെ കിടക്കണേങ്ങായി, ഇതെത്താ ജി പറയണേ? എന്നിട്ടാവോ പൊന്മളക്ക് കിതാബോധി കൊടുക്കാൻ പോണത്? ലാ ജദ്ബ ഫിയ എന്ന് പറഞ്ഞതും ജദ്ബിലാകും. ലാ ജദ്ബ ഫീഹ എന്ന് പറഞ്ഞതും ചിലപ്പോൾ ജദ്ബ് തന്നെ ആയിരിക്കും. അതിലെന്താ പ്രശ്നം? എനിക്ക് എന്നിട്ട് എത്ര വലിയ അദബുകേട്! ലാ ജദ്ബ ഫീഹ എന്ന് പറഞ്ഞതും ജദ്ബിലാവും. അത് വലിയ അദബുകേടാണ് എന്നാണ്. അത് ഏറ്റവും വലിയ അദബുകേടാണ്. എവിടുന്നാ പിന്നൊക്കെ വണ്ടിയേരി? ശൈഖുന പറയാണ് എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല. ആ അവസ്ഥ ഇല്ല എന്ന് പറഞ്ഞത് മാനസിക നില തെറ്റിയ അവസ്ഥയിലാകും. ശൈഖുന പറഞ്ഞത് പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല, ആ അവസ്ഥ ഇല്ല എന്ന് പറഞ്ഞതും മാനസിക നില തെറ്റിയ അവസരത്തിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന്. അതിനെ പറഞ്ഞിടണം തന്നെ പറ്റിട്ടില്ലല്ലോ. ആ കാലഘട്ടത്തിലല്ലേ വഫാത്തായിട്ട് തന്നെ 36 കൊല്ലമായി മഹാനായ മടവൂർ CM വലിയുള്ളാഹി. ഇതൊക്കെ പൊന്മള ഉസ്താദ് പറയുന്നത്. പൊന്മള ഉസ്താദിന് ശരിക്കും നേരെ തൊട്ടറിയാവുന്ന ആളുകളാണ് അവരൊക്കെ. ഇജെന്ത് എഴുതിയത്? അന്നിച്ച് നരമ്പിലും കൂടി ഉണ്ടായിട്ടുണ്ടാവില്ല. ഇങ്ങനെ ശൈഖുനയെ നിന്ദിച്ച വഹാബി പോലും ഉണ്ടാവില്ല. കരും പൊട്ട, അത് ശൈഖുനയെ നിന്ദിക്കലല്ല, അത് തഅ്ലീം കൊടുക്കലാണ്. ആ ശൈഖുനക്കുള്ള ഒരു വലിയൊരു ഒരു ഇത് കൊടുക്കലാണ്. അത് മനസ്സിലാക്കണം. കാരണം ശൈഖുന മടവൂർ CM വലിയുള്ളാഹി തങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ വലിയ പണ്ഡിതനായി ജീവിച്ച്, പിന്നെ സൂഫി വര്യനായി, പിന്നെ അതിൽ ഇൻസൈഡ് ചെയ്തു, താടി വടിച്ചു, ക്ലീൻ ഷേവ് നടത്തി, തൊപ്പി വേറെ തൊപ്പിയാക്കി, പൗഡർ ഉപയോഗിച്ചു, ഇങ്ങനെ പല കാര്യങ്ങളിലുമായി. അതൊക്കെ ഹാല് മാറിക്കൊണ്ട് അങ്ങനെ പോയപ്പോൾ ഇത് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഇത്തിബായ് ചെയ്യാൻ പറ്റുന്ന അത് ഏത് രൂപത്തിലാണെന്നുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഫുഖഹാക്കളാണ്. ആ സമയത്തും മടവൂർ CM വലിയുള്ളാഹി പറഞ്ഞത് എന്താണ്? ആലിമീങ്ങളെ പണിയെടുക്കുമല്ലോ, അത് പറയണം. എൻ്റെ മാതിരിയല്ല പറഞ്ഞത് മോയന്തേ. അതാ ഞാൻ പറഞ്ഞത്, അയാളെ വിളിക്കണതിന് പകരം ബാലുശ്ശേരിനെ വിളിച്ചാൽ മതി. എന്നിട്ട് എന്തേ ബാലുശ്ശേരിനെ വിളിച്ചുകൂടായിരുന്നില്ലേ? എന്നിട്ട് എന്തേ ബാലുശ്ശേരി വിളിച്ചാൽ നല്ലോണം പറഞ്ഞു തരുമല്ലോ എനിക്ക്. ബാലുശ്ശേരി എൻ്റെ വലിയ ഫ്രണ്ടാണല്ലോ. ഇതിവിടെ പറഞ്ഞതല്ലേ
ഇയാളെ ഭയപ്പെട്ടിട്ടാണോ നിങ്ങൾ ജീവിക്കണത്? ഇവിടല്ലേ ഇ.കെ. ഉസ്താദിന്റെ മഹത്വം? ആയിക്കോട്ടെ, എവിടെയാണ് ഇ.കെ. ഉസ്താദിന്റെ മഹത്വം? ഇവിടെ ഒന്ന് പറഞ്ഞാൽ ഇ.കെ. ഉസ്താദിന്റെ മഹത്വം ഒന്ന് പറയാം. ഇ.കെ. ഉസ്താദിന്റെ മുശാവറയിൽപ്പെട്ട ആളുകൾ തന്നെ മടവൂര് ശൈഖുനക്കെതിരെ വന്നപ്പോ ആ മുശാവറയെ മറികടന്നാണ് പ്രഖ്യാപനം നടത്തിയത്. ഓക്കെ, ആയിക്കോട്ടെ. ഇ.കെ. ഉസ്താദിന്റെ മുശാവറയിൽപ്പെട്ട ആരാണ് ഈ മടവൂര് CM വലിയുള്ളാനെ എതിർത്ത് പറഞ്ഞിട്ട് എതിർത്തതിനെ വിമർശിച്ചിട്ട് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് പറഞ്ഞത്? ആ പണ്ഡിതൻ ആരാണ്? ഒന്ന് പറഞ്ഞാജി. മടവൂര് ശൈഖുന ഏതെങ്കിലും ഒരു ആലിമുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇ.കെ. ഉസ്താദിനോടാണ്. മടവൂര് ശൈഖുന ഒരു ആലിമുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇ.കെ. ഉസ്താദിനോടാണ്. പൊന്നാര ചങ്ങായിയെ, മടവൂര് ശൈഖുന CM വലിയുള്ളായി ഓതി പഠിച്ചിരിക്കുന്നത് ഇ.കെ. ഉസ്താദിൻ്റെ അടുത്താണ്. ഇ.കെ. ഉസ്താദിൻ്റെ അടുത്താണ് ഓതി പഠിച്ചിരിക്കുന്നത്. 5-6 വർഷം ഓതി പഠിച്ച ഒരു പ്രധാന ഗുരുവാണ് ആര്? ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, മടവൂര് CM വലിയുള്ളാൻ്റെ. പിന്നെ ബന്ധം ഉണ്ടാവില്ലേ? എന്ത് മൊയന്താജി പറയണേ? എന്ത് മനുഷ്യനായി? മടവൂര് CM വലിയുള്ളാഹിയുടെ പ്രധാന ഉസ്താദാണ് ആര്? ഇ.കെ. ഉസ്താദ്. 5-6 വർഷം അവിടെ ഓതി പഠിച്ച ആളാണ്. അവിടുത്തെ മുത്തഅല്ലിമാണ്, അവിടുത്തെ കുട്ടിയാണ്, ശംസുൽ ഉലമൻ്റെ കുട്ടിയാണ്, അവിടുത്തെ ശിഷ്യനാണ്. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിൻ്റെ ശിഷ്യനാണ്. ആ ഉസ്താദിൻ്റെ അടുത്ത് 5-6 വർഷം ഓതി പഠിച്ച കുട്ടിയാണ് ആര്? മടവൂര് CM വലിയുള്ളാഹി. അപ്പോൾ ആ മടവൂര് CM വലിയുള്ളാഹി ബന്ധം ഉണ്ടാകുക, ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാകുക ഉസ്താദിനേറ്റനല്ലേ? പിന്നെ ഉസ്താദ് സംഘടനയിൽ വന്നുകൊണ്ടുള്ള സംഘടനയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള ആൾ തങ്ങൾ പാപ്പയോട് മടവൂര് പറയുകയും ചെയ്തിട്ടുണ്ട് സംഗതികൾ. അതുകൊണ്ട് തന്നെ സംഘടന അന്ന് 2ആയി പിരിയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ആശീർവാദങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തതും CM വലിയുള്ളാഹി തന്നെയാണ്. അതൊക്കെ എനിക്ക് അറിയാലടാ. അവിടുത്തെ വീട്ടിലല്ലേ പോയി താമസിച്ചത്? ശംസുൽ ഉലമയുടെ വീട്ടിൽ പോയി താമസിച്ചത് കൊണ്ടല്ല അവിടെ പദവിയിലെത്തിയിട്ടുള്ളത്. അവിടുത്തെ ശിഷ്യനാണ് ചങ്ങായി. അവിടുത്തെ ശിഷ്യനാണ് എന്നുള്ള നിലക്കാണ് അവിടെ പോയി താമസിച്ചിരിക്കണതേ. എന്താ ജി പറയുന്നത്? ഇതൊരു മോനും ശിഷ്യനും കൂടി വന്നപ്പോഴെന്നെ ബലി ബേജാറായി. ബേജാറാകേണ്ടോടത്ത് ബേജാറാകേണ്ടത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സ്റ്റേജമ്മ കയറിയിട്ട് ഒരു തലയും പാലുമില്ലാത്ത വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതേപോലെ ആയിരുന്നു ശംസുൽ ഉലമ. എന്നിട്ട് ആ പറഞ്ഞതിനെ ജദ്ബിലേക്ക് മാറ്റുകയാണ്. ആ പറഞ്ഞതിനെ ജദ്ബിലേക്ക് മാറ്റുകയാണ്. ഏത് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആ പറഞ്ഞതിനെ ജദ്ബിലേക്ക് മാറ്റൽ നിർബന്ധമായി വരികയാണ്. പൊന്നാര നൗഷാദേ, റമദാനിന് ഉച്ചക്ക് വെള്ളം കുടിക്കുക എന്നുള്ളത് ജദ്ബിലേക്ക് മാറ്റേണ്ടി വരും. അത് ശരീഅത്തിന് യോജിച്ചതല്ല. എവിടുന്ന എന്താ ജി പറയണത്? മടവൂര് CM വലിയുള്ളാഹിന്റെ പേരിൽ കളവുണ്ടാക്കല്ലേ? മടവൂര് CM വലിയുള്ളാഹി വലിയ മഹാനാണ്. അതൊന്ന് കേട്ടു നോക്കൂ. ഏറ്റവും നമ്മുടെ മനസ്സ് വേദനിക്കുന്ന ഭാഗം. ആനക്ക് വേദന ഉണ്ടാകേ? എന്നാൽ ഞങ്ങൾക്കൊക്കെ ചിരി വരുന്നുണ്ട്. മനസ്സ് വേദനിക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. എനിക്ക് മനസ്സ് വേദനിക്കുക, എൻ്റെ മനസ്സ് പാറക്കല്ല് പോലെ. അങ്ങനത്തെ വിലായത്തിന് മർത്തോക്കാൻ നമുക്ക് എതിരൊന്നുമില്ല. CM വലിയുള്ളാഹിയെ കുറിച്ച് അവര് കുത്തുബുല്ലാലമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ. അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് ഉസ്താദ് അംഗീകരിക്കാത്തത്? അംഗീകരിക്കാത്ത പ്രശ്നമില്ല. കാരണം അതൊക്കെ പറഞ്ഞ നേരത്തും ഈ ആൾക്ക് ജതുബുണ്ടാവാം. ജതുബുള്ള നേരത്തെ പോവാൻ പറഞ്ഞതന്നെ. അപ്പൊ അതും പറഞ്ഞു വേറൊരാള്. മൂപ്പർക്ക് എനിക്ക് ജതുവൊന്നുമില്ല എന്നാണ് പറഞ്ഞു മൂപ്പര്. ഞാവും ജതുബിലാവെന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ജതുബൊന്നും ഇല്ല എന്ന് പറഞ്ഞതും ജതുബിലാകും. ജതുബൊന്നും ഇല്ല എന്ന് പറഞ്ഞതും ജതുബിലാകും. അത് ഉറപ്പല്ലേ? നമ്മൾ കാഴ്ചയിൽ നഹ്നു നഹ്കുമു ബിൽ ലവാഹിർ എന്നല്ലേ?
ലാഹിറിലല്ലേ വിധിക്കുന്നത്. മഹാനായ മടവൂർ CM വലിയുള്ളാഹി ആദ്യ കാലഘട്ടത്തിൽ വലിയൊരു പണ്ഡിതനായി ആലിമായി ജീവിച്ച് പിന്നെ ഹാല് മാറി എന്ത് ചെയ്തു, ജദ്ബിലേക്ക് പോയി. ആ ജദ്ബിലേക്ക് പോയത് കൊണ്ട് മഹാനായ മടവൂർ CM വലിയുള്ളാഹി ജദ്ബിൻ്റെ ഹാലിലാണ് എന്ന് പറയുന്നു. അതിനെന്താ പ്രശ്നം? ആ പറയുന്നതും എനിക്ക് ജദ്ബില്ല എന്ന് പറയുന്നതും ജദ്ബിലാണ് എന്ന് പറഞ്ഞതിൽ എന്താ പ്രശ്നം? മടവൂർ CM വലിയുള്ളാഹി പകലിൽ റമദാനിന് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞു. അത് നമുക്ക് വേറെ ആളുകളോട് പറഞ്ഞു കൊടുക്കാനോ അത് അംഗീകരിക്കാനോ അത് പിൻപറ്റിയാണ്ട് പ്രവർത്തിക്കാനോ വെള്ളം കുടിച്ചാലോ പറ്റുമോ? നജ്ജ് റമദാനിന് വെള്ളം കുടിച്ചിരുന്നോ? ഇത് മടവൂരിനെ അംഗീകരിച്ചിരിക്കണാണ്ട് മടവൂർ ഉച്ചക്ക് വെള്ളം കുടിച്ചിരുന്നു റമദാനിൽ കണ്ടിച്ച് കുടിച്ചോ? അല്ലെങ്കിൽ മടവൂർ സ്വർണ്ണം മുതലിട്ടിക്കണ കണ്ടിട്ടോ? അല്ലെങ്കിൽ മടവൂർ താടി പഠിച്ചിക്കണില്ലെന്ന് എൻ്റെ ആ താടി കുന്തം പഠിച്ചു കാണ്ടൊന്ന് സ്റ്റേജ് നമുക്ക് കയറേ? എന്താ ജി പറയണത്? അതുകൊണ്ടാണ് മടവൂർ ജദ്ബിലായിരുന്നു എന്ന് ആലിമീങ്ങൾ പറയുന്നത്. ലോക ചരിത്രത്തിൽ ഒരു വലിയനെ ഇത്രയും പറഞ്ഞൊരു ഒരാൾ വന്നിട്ടുണ്ടാവില്ല. വന്നിട്ടുണ്ടാവില്ല. ഇനി വന്നിക്കണമല്ലേ നീ നമുക്കൊന്ന് നോക്കുക. ജദ്ബ് എന്നത് ലവലേശം ബാധിക്കാത്ത ശൈഖുൽ മശായിഖാണ് ശൈഖുനാ മടവൂർ. ഇവനങ്ങോട്ട് പറഞ്ഞത് നമ്മളങ്ങോട്ട് വിശ്വസിച്ചോളണം. അങ്ങനെയാണോ അവൻ്റെത്? ജദ്ബ് എന്നുള്ളത് ലവലേശം ബാധിക്കാത്ത ഷെയ്ഖാണ് ഷെയ്ഖ് മടവൂർ. എന്താ പോൻ്റെ ആ വർത്താനം എന്നറിയോ? ഇവിടെ കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ ചെറുശ്ശേരി ഉസ്താദ് അതിനെ പറ്റി പറയുന്നുണ്ടെന്ന് കേട്ടു നോക്കി. CM എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ പൊട്ടന്നൗഷാദേ ഇജ്ജ് പറഞ്ഞ സമസ്തയുടെ മുന്നത്തെ സെക്രട്ടറിയാണിത്. ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദ്, സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ. ഇജ്ജ് പറഞ്ഞ സമസ്തൻ്റെ മുൻ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ഈ പറയുന്നത്. CM എന്ന് പറഞ്ഞാൽ ഒരു മജ്ദൂബായ വലിയാണ്. എന്ത് പറയണ്ട എനിക്ക്? ബാക്കിയും കൂടിയും പറയട്ടെ. CM നോമ്പിന് ഭക്ഷണം കഴിക്കണത് ഞാൻ കണ്ടിക്കണ്. ആരാ പറയണത്? സമസ്തയുടെ മുൻ സെക്രട്ടറിയായ ചെറുശ്ശേരി സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ. കണ്ടോ? ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. ആര്? CM വലിയുള്ളാഹി. എന്ത് പറയണ്ട എനിക്ക്? എൻ്റെ പമ്പൈസിന് എന്ത് പറയണ്ട? പമ്പൈസ് അതാ പറയണ്. ഇന്നാലില്ല. ഈ അടുത്ത് നോക്കൂ നിങ്ങൾ, സുന്നി വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണ ഒരു മാസിക, സുന്നി ശബ്ദാണേലേ. അതിൽ ഷെയ്ഖുനാനെ കുറിച്ച് ചങ്ങായി ഇതാണ്, ഷെയ്ഖുന മജ്ദൂബായിരുന്നു. ഇന്നാലില്ല. ഷെയ്ഖുനാനെ മജ്ദൂബാക്ക ഷെയ്ഖുന തന്നെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ജദ്ബില്ലാണ്. ഇത് ചെങ്ങായി സുന്നി വോയിസിൽ ഇപ്പം അടുത്തല്ലേ കണ്ടത്? കാലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മഹാനായ മടവൂർ CM വലിയുള്ളാഹിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം സമസ്തയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് CM ഒരു മജ്ദൂബായ വലിയായിരുന്നു. കേട്ടില്ല? ഇനി ഒന്നും കൂടി മാണെങ്കിൽ കേട്ടോ. CM എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ മൂപ്പര് ചിലപ്പോ നമ്മൾ സ്റ്റേജിൽ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ട. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് രണ്ടാക്കുഞ്ഞ് എന്താ പറയാനുള്ളത്? ചെറുശ്ശേരി ഉസ്താദ് ഈ പറഞ്ഞ വിഷയം ഇപ്പോൾ ചെറുശ്ശേരി ഉസ്താദാണോ മജ്ദൂബിൽ അയക്കണത്? CM വലിയുള്ളാഹി ആണോ മജ്ദൂബിൽ അയക്കണത്? അതാ പമ്പൈസോ കുഞ്ഞേമതോ? ആരാണ് മജ്ദൂബിൽ അയക്കണത്? അതോ ഓൽക്കൊന്നും മജ്ദൂബില്ലാതെ ലോകത്തുള്ള ആൾക്കാരൊക്കെ പാടെ മജ്ദൂബിൽ അയക്കുക? എന്തത്തെ പതുക്കാത്ത